ലവ് അഡ്വൈസ് ഫോർ യു നൗ. നിങ്ങളുടെ പ്രണയത്തെ ഇല്ലാതാക്കാൻ നിങ്ങളുടെ ബന്ധുക്കൾ തന്നെ ശ്രമം നടത്തും. ഒരുപക്ഷെ വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള ഒരു പ്രണയബന്ധത്തിലായിരിക്കാം നിങ്ങൾ. സാമൂഹികമായ വ്യത്യാസങ്ങളോ സാമ്പത്തികമായ വ്യത്യാസങ്ങളോ നിങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അവർ നിങ്ങളെ അകറ്റാൻ ശ്രമിച്ചെന്നിരിക്കാം. പക്ഷേ നിങ്ങളുടെ പ്രണയം ആത്മാർത്ഥമാണോ എന്ന് സ്വയം പരിശോധിക്കുക. ഈ ബന്ധം നിങ്ങൾ സീരിയസ് ആയി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മറ്റ് ഒന്നുമല്ല എന്ന് മനസ്സിലാക്കുക. അറിഞ്ഞിരുന്ന് നിങ്ങളെ ഒരാൾ പ്രണയിക്കുന്നു. ആ വ്യക്തി നിങ്ങളുടെ മുന്നിൽ പ്രണയാഭ്യർത്ഥനയുമായി വരും. ചിലർക്ക് ഒരാൾ രഹസ്യമായി നിങ്ങളെ പ്രേമിക്കുന്നുണ്ട്. നിങ്ങളോട് നേരിട്ട് തുറന്നു പറയാനുള്ളൊരു ധൈര്യം അവർക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ നിങ്ങൾ അവരെ റിജക്റ്റ് ചെയ്താലോ എന്നൊരു ഭയം അവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. ആ ഭയം ഇല്ലാതാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് തീർച്ചയായും വരും. അടുത്തതായി വന്നിരിക്കുന്നത് രാധാ മാധവം ആണ്. രാധയെയും കൃഷ്ണനെയും പോലെയായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ പ്രണയം. ചിലപ്പോൾ ഇപ്പോൾ സഫലമായില്ലെങ്കിലും ഇത് ചിലരുടെ മാത്രം കാര്യമാണ്. പ്രണയ സാഫല്യത്തിന് മാത്രമായി ഇനിയൊരു ജന്മമെടുക്കുകയും നിങ്ങൾ ഒരുമിക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ പങ്കാളി പ്രണയ പരവശത്താൽ പരിസരം മറന്നിരിക്കുന്നു. നിങ്ങളെ ഗാഢമായി പ്രണയിക്കുന്നു. നിങ്ങൾ സ്നേഹിക്കുന്നയാൾ ചിലരുടെ എനർജിയാണ്. നിങ്ങളെ സ്നേഹിക്കുന്നയാൾ നിങ്ങളെ വളരെയധികം ഡീപ്പായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ചും അപ്രകാരം തന്നെ ഡീപ്പായി സ്നേഹിക്കാൻ നിങ്ങളും അൺകണ്ടീഷണൽ ലവ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. പ്രണയം നിങ്ങളോട് പറയാൻ ആ വ്യക്തി മടിക്കുന്നതിനാൽ ആ വ്യക്തിയിൽ അവബോധം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. നേരത്തെ നമ്മൾ കണ്ടു, നിങ്ങളോട് പ്രണയം പറയാൻ കാത്തിരിക്കുന്ന മറഞ്ഞിരുന്ന് നിങ്ങൾ പ്രേമിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൽ കോൺഫിഡൻസ് വളർത്തുന്ന രീതിയിൽ പെരുമാറുക. പരിഹാരം ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ ദുഃഖം പങ്കാളിയുമായി പങ്കുവയ്ക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു കാര്യം തുറന്നു പറയാൻ മടിക്കുന്ന എന്തോ ഒരു കാര്യമുണ്ട്. അത് നിങ്ങൾ ഒട്ടും മടിക്കാതെ തുറന്നു പറയണം എന്നതാണ് സന്ദേശം ലഭിക്കുന്നത്. അതിനാൽ നിങ്ങൾക്കൊരു പരിഹാരം തീർച്ചയായും ലഭിക്കുകയും ചെയ്യും എന്നതാണ് അഡ്വൈസ്.